വൈക്രാമു സ്വദീഖിഹിമാ, ബാപ്പാന്റെയും ഉമ്മാന്റെയും സുഹൃത്തുക്കളെ ബഹുമാനിക്കുക, ആദരിക്കുക. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടപ്പാടുകൾ എണ്ണിപ്പറഞ്ഞപ്പോ നാലാമതായി പറഞ്ഞ ഒന്നാണത് ഇക്റാമു സ്വദീഖിഹിമാ, ഉപ്പാന്റെ സുഹൃത്തുക്കൾ, ഉമ്മാന്റെ സുഹൃത്തുക്കൾ. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ നല്ലോണം നടപ്പുണ്ടായിരുന്ന ഒരു സംഗതി എന്തായിരുന്നത്? എല്ലാ വർഷവും ഓരോ വീടുകളിലും മരിച്ചുപോയ ബാപ്പാന്റെയും ഉമ്മാന്റെയും ആണ്ട് നടക്കാതിരിക്കൂല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോഴേക്ക് വാപ്പാനും ഉമ്മാനൊക്കെ മറന്നുപോയി പലരും. അവരെ സമ്പത്തി കൊണ്ടാണ് പുഷ്കലമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഓർമ്മ ഒന്നും ഇപ്പൊ അല്ല. അതാരെങ്കിലും അനൗൺസ് ചെയ്ത് കൊടുത്താലും ഓർമ്മ ഉണ്ടാവില്ല, പറഞ്ഞു ഓർമ്മിപ്പിച്ചാലും ഓർമ്മ ഉണ്ടാകൂല. സുഹൃത്തുക്കളൊക്കെ വാപ്പാന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് വിളിച്ച് അവരൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉപ്പാന്റെ ആണ്ടിന്റെ ദിവസമാണ് ഒരു ഭക്ഷണമൊക്കെ കൊടുത്ത്, അങ്ങനെ കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പതിവാക്കിയതല്ലേ. ആടിനെ അറുത്തിട്ട് കഷ്ണം കഷ്ണാക്കിയിട്ട് ഖദീജ റളിയല്ലാഹുവിന്റെ പേരിൽ ആർക്കത് കൊടുത്തയച്ചിരുന്നത്? യുർസിലു ഇലാ സദാഇഖി ഖദീജ, ഖദീജ റളിയല്ലാഹുവിന്റെ കൂട്ടുകാരികളിലേക്കാണ് അത് കൊടുത്തയച്ചിരുന്നത്. ആ ആടിന്റെ കഷ്ണം ഇറച്ചികളൊക്കെ. അങ്ങനെ ഒരു സമ്പ്രദായം, ഒരു സുന്നത്ത് ഉണ്ട്. അത് എടുത്തു മാറ്റി പോകരുത്. അല്ലാഹു തആല നമുക്ക് തന്ന കഴിവിൽ നിന്ന് നമ്മൾ നിലനിർത്തേണ്ട ഒന്നാണത്. ബാപ്പാന്റെ സുഹൃത്താന്ന് കേൾക്കുമ്പോഴേക്ക് സ്വഹാബിമാരൊക്കെ എന്തൊരു ബഹുമാനിച്ചിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാണ്. ഒരു ആറാബി വടിയോരത്തുനിന്ന് കൈ ഇങ്ങനെ കാണിച്ചു വണ്ടി നിർത്താൻ വേണ്ടി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വണ്ടി നിർത്തി. എന്തേന്ന് ചോദിച്ചു. ഒന്നുമല്ല, നിങ്ങളൊന്ന് കാണാൻ വേണ്ടി കൈ കാണിച്ചതാന്ന് പറഞ്ഞു. ആറാബിയല്ലേ, ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ, ഗ്രാമവാസിയല്ലേ, പരിഷ്കാരമൊന്നുമില്ല, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ. എന്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങളെ കാണാനും ഒന്ന് പരിചയം പുതുക്കാനും. എന്താ ഒരു പ്രത്യേക പരിചയം പുതുക്കല്? ഒന്നുമല്ല, നിങ്ങളെ ഉപ്പ എന്റെ ഉപ്പാന്റെ കൂട്ടുകാരനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്താണ് ആ ആറാബിയുടെ വാപ്പ എന്ന് കേൾക്കുമ്പോഴേക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തോളിലുണ്ടായിരുന്ന നല്ല വിലപിടിപ്പുള്ള ഒരു ഷാള് അതിങ്ങനെ ഊരിയിട്ട് അദ്ദേഹത്തിന്റെ തോളിൽ ഇങ്ങനെ ധരിപ്പിച്ചു. അതാണ് ഇക്റാം, ബഹുമാനം, ആദരവ് എന്ന് പറഞ്ഞാൽ. ഷാള് ധരിപ്പിച്ചപ്പോ കണ്ടു നിൽക്കുന്ന ആള് പറഞ്ഞു, ഇത്രയും വിലപിടിപ്പുള്ള ഷാളോ കൊടുക്കണം. അറാബിയല്ലേ, ഒരു ദിർഹം കൊടുത്താലും വലിയ സന്തോഷത്തോടെ അതിങ്ങനെ ഒരു നിധി കിട്ടിയ രൂപത്തിൽ കൊണ്ടുപോകുന്ന ആളല്ലേ, 1-2 ദിർഹം കൊടുത്താൽ പോരെ. അപ്പൊ മഹാനവർകൾ പറഞ്ഞത് പോരാ, അദ്ദേഹത്തിന്റെ ഉപ്പ കാന സ്വദീഖൻ ലി അബീ, എന്റെ ഉപ്പാന്റെ സുഹൃത്തായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ സുഹൃത്തിന്റെ മോനാണത്. ആ നിലക്ക് കൊടുത്ത ആദരവാണത്. ഇക്റാമു സ്വദീഖിഹിമാ, കൂട്ടുകാരെ ബഹുമാനിക്കുക, അവരെ മക്കളെ ബഹുമാനിക്കുക. അത് ബാപ്പാന്റെ ഉമ്മാന്റെ കൂട്ടുകാരികളെ അവർക്കുള്ള ആദരവ്. ഉപ്പാന്റെ കൂടെ ഉമ്മാന്റെ കൂടെ ജോലി ചെയ്തവർ, ഒപ്പം നടന്നവർ, പല വിഷയങ്ങളിലും ഒപ്പം സംഗമിച്ചവർ, അവരോടുള്ള സ്നേഹബന്ധം നിലനിർത്തണം. അവരോടുള്ള സൗഹൃദ ബന്ധവും അവരോടുള്ള നല്ല ബന്ധങ്ങളും നിലനിർത്തണമെന്നാണ് പറഞ്ഞത്. മറ്റൊന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. ബാപ്പയിലൂടെ ഉമ്മയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ പുലർത്തണം. ഉപ്പാന്റെ ഭാഗത്തിലൂടെയുള്ള ബന്ധവും ഉമ്മാന്റെ ഭാഗത്തിലൂടെയുള്ള ബന്ധവും. ഇന്ന മിൻ അബറിൽ ബിദ്ദി അയ്യസില റജുലു ഉദ്ദ അബീ, ബാപ്പാന്റെ കുടുംബക്കാരോട് ബന്ധം പുലർത്തുന്നത്, ഉമ്മാന്റെ കുടുംബക്കാരോട് ബന്ധം പുലർത്തുന്നത്. ബാപ്പയും ഉമ്മയും ഉണ്ടായപ്പോ അവരുടെ വയസ്സിലൂടെ ആ ബന്ധം നടന്നിരുന്നു. ഇന്നവരില്ലല്ലോ. ഇന്ന് ആ ബന്ധം ചേർക്കേണ്ടത് നമ്മളാണ്. ഉപ്പയുടെ കുടുംബക്കാരോടും ഉമ്മയുടെ കുടുംബക്കാരോടും ഒരുപക്ഷെ അവരിൽ ബാക്കിയുള്ളവർ മക്കള് മാത്രമായിരിക്കും. അല്ലെങ്കിലോ വലിയ വലിയ കാരണവന്മാരും മുതിർന്ന ആളുകളും ഉണ്ടാകും. അവരോട് ബന്ധം പുലർത്തുന്നതും നമ്മുടെ ബാപ്പക്ക് നമ്മുടെ ഉമ്മക്ക് നമ്മൾ ചെയ്യുന്ന കടപ്പാടാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ഹക്ക് ബാക്കി നിൽക്കുന്ന ഒരു വിഭാഗം മാതാപിതാക്കളല്ലാതെ മറ്റ് ആരുണ്ട്?
അതുകൊണ്ടല്ലേ അള്ളാഹു അതിന് പ്രഥമ സ്ഥാനം കൊടുത്തത്. ഇബാദത്ത് പറഞ്ഞ ഉടനെ തന്നെ ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ, വബിൽ വാലിദൈനി ഇഹ്സാനാ, എത്ര സ്ഥലത്താണ് അല്ലാഹു തആല അത് ഊന്നി പറഞ്ഞത്. അള്ളാഹുവിന്റെ ഇബാദത്ത് പറഞ്ഞ ഉടനെ തന്നെ മാതാപിതാക്കൾക്കുള്ള സേവനം, അവർക്കുള്ള ഗുണം, അവർക്കുള്ള ഒത്താശ അത് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. അത് വീട്ടേണ്ടതുപോലെ വീട്ടുമ്പോൾ ആളുകൾക്ക് വലിയ സ്ഥാനമാണ്, വലിയ ബഹുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നിമിഷം പോലും കണ്ടിട്ടില്ലാത്ത, ഒരൊറ്റ സെക്കൻഡ് പോലും തങ്ങളോടൊപ്പം ഒരുമിച്ച് കഴിയാത്ത ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതും സ്വഹാബത്തിനോട് കണ്ടാൽ ദ്വാർപ്പിക്കാൻ പറഞ്ഞതും ഉമ്മയോട് ചെയ്യുന്ന സേവനത്തിന്റെ ഒരു കാരണം കൊണ്ടല്ലേ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്, ലഹു വാലിദ വഹുവ ബിഹാ ബർറുൻ. നമ്മളിൽ ഒരാളെ പറ്റിയും ഒരാണിനെ പറ്റിയും ഒരു പെണ്ണിനെ പറ്റിയും കേട്ടതുപോലെ ഒരു വാർത്ത ഒരിക്കലും കേൾക്കരുത്, കേട്ടതുപോലെ ഒരു വിവരം കേൾക്കരുത്. ഇപ്പൊ അടുത്ത് ഒരാളെ പറ്റി ഒരു വിവരം കേട്ടപ്പോ വലിയ സങ്കടമായി. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച ആ വിഷയം പറഞ്ഞു, ഇനി മേലാല് വാപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും അങ്ങനെ വർത്താനം കേൾക്കരുത്. ഉസ്താദേ, നിങ്ങളെ നല്ല സംഘടനാ പ്രവർത്തകനും നല്ല ദീനിന്റെ ഖാദിമും നല്ല ഉഷാറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ബാപ്പയായ എന്നെയും അവന്റെ ഉമ്മാനെയും ഒക്കെ നോക്കുന്നിടത്തല്ലേ ദീനീ പ്രവർത്തനം, ദീനിന്റെ ഖിദ്മത്തൊക്കെ. ഞങ്ങളെ ഒരു ഭാഗത്ത് ഒഴിവാക്കിയിട്ട് ഞങ്ങളെ വേണ്ടാത്ത രൂപത്തിലുള്ള ഒരു ദീനിന്റെ ഖിദ്മത്തോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊരു ബാപ്പ ഒരു ഉമ്മ നമ്മളെ പറ്റി പറയുന്നൊരു വർത്താനം ഉണ്ടാകരുത്. അതിൽ ഒരു കാര്യമില്ല, ഒരു കഴമ്പില്ല, ഒരു കഴമ്പില്ല. 10,000-കണക്കിന് ആളുകൾ വന്നിട്ട് നമ്മളെ പേരിൽ നിസ്കരിച്ചു, ജനാസ നിസ്കരിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ പിരിഞ്ഞു പോയത് ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തക്കേടുകൊണ്ടാണെങ്കിൽ ഈ ജനാസ നിസ്കാരമൊക്കെ ഒരു ഭാഗത്ത് അവിടെ ഇങ്ങനെ കെട്ടിക്കണക്കിന് നിൽക്കും. അതിന്റെ മുമ്പ് നേടിയെടുക്കേണ്ട ഒന്നല്ലേ ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം. അതിലൊരു കുറവുണ്ടാകരുത്, സ്നേഹബന്ധത്തിലൊരു കുറവുണ്ടാകരുത്, ബഹുമാനത്തിലൊരു കുറവുണ്ടാകരുത്. ആദരിക്കേണ്ടതുപോലെ ആദരിക്കണം, ബഹുമാനിക്കേണ്ടതുപോലെ അവരെ ബഹുമാനിക്കണം. ചില ആളുകൾക്ക് ഉപ്പാന്റെ ഒന്ന് കൈപിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്യാ, ഉമ്മാന്റെ കൈപിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്യാ, ബാപ്പാന്റെ ഉമ്മാന്റെ കൈയൊന്ന് ചുംബിക്ക. അപ്പൊ അടുത്തൊരാൾ ചോദിച്ചു, ഉസ്താദേ വാപ്പാന്റെ ഉമ്മാന്റെ കൈ പിടിച്ച് ചുംബിക്കണോ? കഴിഞ്ഞല്ല ഹജ്ജിന് പോവാണ്, നിങ്ങൾ ഹജ്ജിന് പോവല്ലേ? ആരാ വീട്ടിൽ ഉള്ളിൽ ആരാളുള്ളത്? ഉള്ളിൽ ഉമ്മ ഉണ്ട്, ഉമ്മാമുണ്ട്, വല്യമ്മ ഉണ്ട്. ഇവിടെ ഉമ്മാമാണോ വല്യമ്മ അങ്ങനെ പറയില്ലേ? ഉമ്മാമുണ്ട്, അവരൊക്കെ ഉണ്ട്. എന്നാ പിന്നെ അവരൊക്കെ ഉമ്മാന്റെയും ഉമ്മാമാന്റെ ഒക്കെ ഒന്ന് കൈ പിടിച്ചൊന്ന് മുസാഫത്ത് ചെയ്തൊന്ന് ചുംബിച്ചോളി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, കൈ കൊടുത്ത് സലാം പറഞ്ഞാ പോരെ, ചുംബിക്കണോ? ചുംബിക്കൽ സുന്നത്തില്ലേ? ഉപ്പാന്റെ കൈ പിടിപ്പിച്ച് ചുംബിക്കൽ സുന്നത്തില്ലേ? ഉപ്പ ആലിമുല്ലല്ലായ്മയെങ്കിലാണത് അല്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അതിന് കാരണം പറഞ്ഞത് ബിൽ വിലാദാന്നാണ്. ജന്മം നൽകി എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു സുന്നത്ത് അവർക്ക് നമ്മൾ നിർവഹിക്കുന്നത്. ബാപ്പ ആലിമായി എന്നുള്ള കാരണം കൊണ്ടല്ല, ഉമ്മ പണ്ഡിതയായി എന്നുള്ള കാരണം കൊണ്ടല്ല. ബാപ്പയും ഉമ്മയും നമുക്ക് ജന്മം നൽകി എന്നുള്ള നിലക്ക് നമ്മോട് നമുക്ക് അവർക്കുള്ള ബഹുമാനം ചെറുതല്ല, വലിയ ബഹുമാനമാണ്. എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത്? ബാപ്പക്കും ഉമ്മക്കും നമ്മളെക്കാളും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാ? അല്ലല്ല, ഒരു വിവരവും ഇല്ലാന്ന് കൂട്ടിക്കോളൂ, സാങ്കേതിക സാമൂഹിക ഒരു വിദ്യാഭ്യാസം ഇല്ലാന്ന് കൂട്ടിക്കോളൂ. ഉപ്പാനെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം, ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിൽക്കണം. ഉമ്മാനെ കാണുമ്പോഴും ഉമ്മ അങ്ങനെ വരുമ്പോ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് കൊടുക്കണം, സുന്നത്തല്ലേ? അവരെ ഇൽമു നോക്കിയിട്ടാണോ? അല്ല. അമല് നോക്കിയിട്ടാണോ? അല്ല. ആ നിലക്ക് സഹോദരങ്ങളെ ബഹുമാനം അർഹിക്കേണ്ട രൂപത്തിൽ അവർക്ക് നൽകണം, ഒത്താശകൾ അവർക്ക് ചെയ്യണം, അവരുടെ പൊരുത്തം വാങ്ങണം, അവരുടെ സന്തോഷമുള്ള ദുആ കൈപ്പറ്റണം. റബ്ബ് സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ പൊരുത്തവും സന്തോഷവും നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ശേഷം എണ്ണി പറഞ്ഞില്ലേ കുടുംബക്കാരോടും സ്നേഹബന്ധം നിലനിർത്തണം. അത് വലിയ ഒരു സംഗതിയാണ്. കുടുംബക്കാരോടുള്ള സ്നേഹബന്ധം നിലനിർത്തുന്നത് വലിയ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും മാനസിക സമാധാനത്തിനും വലിയൊരു മാർഗമാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബന്ധം നിലനിർത്തുന്നതിന്റെ മഹത്വം പഠിപ്പിച്ചപ്പോ തങ്ങൾ പറഞ്ഞില്ലേ, ലൈസൽ വാസിലു ബിൽ മുക്കാഫി, യഥാർത്ഥ ബന്ധം പുലർത്തുന്നവൻ എന്തെങ്കിലും ഇങ്ങോട്ട് തന്നതിനു പകരം തിരിച്ച് അങ്ങോട്ടും കൊടുത്തിട്ട് സന്തോഷിപ്പിക്കുന്ന ആളല്ല യഥാർത്ഥ ബന്ധു. വലാകിന്നൽ വാസിൽ അല്ലദീ ഇദാ ഖുതിയത് റഹ്മുഹു വസലഹാ, എപ്പോഴെങ്കിലും ബന്ധം മുറിയാനായ എന്തെങ്കിലും വാക്കുകൾ വന്നാൽ, എന്തെങ്കിലും പ്രവർത്തികൾ വന്നാൽ അത് പൊരുത്തപ്പെട്ടിട്ട് ബന്ധം അങ്ങോട്ട് ചേർക്കുന്നവരാണ്. ആ മുറിഞ്ഞ ബന്ധം അങ്ങനെ തന്നെ മുറിഞ്ഞ രീതിയിൽ അവസാനിപ്പിക്കുകയല്ല, മുറിഞ്ഞ വിള്ളൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. എന്റെ ഭാഗത്തുനിന്നൊരു വാക്ക് അറിയാതെ ഏറെ വന്നുപോയി, മാപ്പാക്കണം, നിങ്ങൾ പൊരുത്തപ്പെടണം, നിങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം മുറിയാൻ പാടില്ല, അതിനൊരു കുറവും വരാൻ പാടില്ല എന്ന രീതിയിലാകണം ബന്ധം കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഏറ്റവും വലിയ സങ്കടം വന്ന ഒരു സന്ദർഭമല്ലേ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ മുനാഫിഖുകൾ തൊടുത്തുവിട്ട ആരോപണത്തിൽ സ്വന്തം കുടുംബത്തിൽ സ്വന്തം ചെലവിൽ കഴിയുന്ന സ്വന്തം ഉമ്മാന്റെ സഹോദരിയുടെ മകൻ മിസ്തഹ് ഇബ്നു ഉസാസ് റളിയല്ലാഹു അൻഹു അതിൽ കുടുങ്ങി. എങ്ങനെ കുടുങ്ങി? മുനാഫിഖുകൾ പരസ്പരം പറയുമ്പോ ഏറ്റു പറഞ്ഞിട്ടില്ല, ആ പറയുന്നത് കേട്ടൊന്ന് ചിരിച്ചതാണ്. ചിരിച്ച ആളെയും അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഹദ്ദ് കിട്ടിയിട്ടുണ്ട്. സാധാരണ ആളെ പറഞ്ഞാൽ 80 അടിയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയെ പറഞ്ഞതുകൊണ്ട്, പറഞ്ഞതിൽ കൂട്ടപ്പെട്ട മെമ്പറായതുകൊണ്ട് 160 അടിയാണ് ശിക്ഷയായി. അങ്ങനെയാണ് കിട്ടിയത്. ആ നിലക്ക് മിസ്തഹ് റളിയല്ലാഹു അൻഹു അവർക്ക് സ്വന്തം വീടില്ല, സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലാ കഴിയുന്നത്. സ്വന്തം തൊഴിൽ മാർഗമില്ല, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചെലവിലാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹും ഉമ്മയും കഴിയുന്നത്. അവരതിൽ പെട്ടു എന്ന സങ്കടം വന്നപ്പോ സിദ്ദീഖ് തങ്ങൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മിസ്തഹേ, നിങ്ങളും നിങ്ങളെ ഉമ്മയും ഇനി ഇവിടെ താമസിക്കണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ. എന്നെ സങ്കടപ്പെടുത്തുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയം മുനാഫിഖുകൾ തൊടുത്തുവിട്ടപ്പോ നിങ്ങൾ അതിൽ കുടുങ്ങിപ്പോയില്ലേ? മിസ്തഹ് റളിയല്ലാഹുവിനെയും മാതാവിനെയും ഇറക്കി വിട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി തങ്ങൾക്ക് നിർദ്ദേശം നൽകി, സിദ്ദീഖ് തങ്ങളെ വിളിച്ചൊന്ന് ഓതി കൊടുക്കൂ. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅ അയ്യുതു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽഅഫു വൽഅസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പെട്ടെന്ന് വരാൻ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ആയത്ത് ഓതി കൊടുത്തു. എന്താണ് ആയത്തിലുള്ള അർത്ഥം? ആയത്തിന്റെ ഉദ്ദേശം വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅ, നിങ്ങളിൽ നിന്ന് ഒരുപാട് മഹത്വമുடைய ആളുകൾ. പറഞ്ഞാൽ ഒരു ദിവസം 2 ദിവസവും 10 ദിവസവും പറയാനല്ലല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹത്വമുള്ളത്. അത്രയും 8 മഹത്വങ്ങൾ അല്ലാഹു നൽകിയിട്ടില്ലേ? അങ്ങനെ മഹത്വമുള്ളവർ, വസ്സഅതി സാമ്പത്തിക വിശാലതയുള്ളവർ ഒരിക്കലും സത്യം ചെയ്തേക്കരുത്. അയ്യൂതു ഉലിൽ ഖുർബാ, കുടുംബക്കാർക്ക് ഇനി ഒന്നും കൊടുക്കൂല. വൽ മസാകീന, മിസ്കീന്മാർക്കൊന്നും കൊടുക്കൂല. വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ വന്നവർക്കൊന്നും കൊടുക്കൂല. 3
വിശേഷണവും മിസ്തഖ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. മഹാനവർകൾ മുഹാജിറാണ്, അതുപോലെ തന്നെ മിസ്കീനാണ്, കുടുംബക്കാരനുമാണ്. പിന്നെന്ത് ചെയ്യണം? എന്തെങ്കിലും വാക്കോ പ്രവർത്തനങ്ങളോ അബദ്ധമായി സംഭവിച്ചെങ്കിൽ വല്ലഫു വല്ലസ്ഫഹു, വിട്ടുവീഴ്ച ചെയ്യണേ. ആ വിഷയം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റിക്കളയണേ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്കും അല്ലാഹു മാപ്പ് തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? ആ ഒരു ചോദ്യം കേട്ട ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, ബലാ ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹു എനിക്ക് മാപ്പാക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയേ. പറഞ്ഞയച്ചവരെ തിരിച്ചു വിളിക്കാം. മിസ്തഖ് റളിയല്ലാഹു അൻഹു ഉമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങി അവരുടെ കെട്ടും പാണ്ടവും എടുത്തതാ യാത്ര തുടങ്ങുന്നുണ്ട്. കുറച്ച് നടന്നങ്ങ് നീങ്ങിയിട്ടുണ്ട്. മിസ്തഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് സിദ്ദീഖ് തങ്ങൾ പറയുന്നു, നിങ്ങൾ പോകരുത്, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് തന്നെ വരണം. ഉമ്മാനെയും കൊണ്ടുവരുന്നു, വീട്ടിൽ പാർപ്പിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നിങ്ങൾ പോയിക്കൂടാ, ഈ വീട്ടിൽ തന്നെ താമസിക്കണം. ഞാൻ നിങ്ങളുമായുള്ള ബന്ധങ്ങളോ മറ്റോ ഒന്നും മുറിക്കുന്നില്ല, നിങ്ങൾക്കുള്ള ചെലവും കുറക്കുന്നില്ല. നേരത്തെ തന്നതിനേക്കാളും ഇരട്ടിയായി ചെലവ് ഇനി നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചു. ഓ ഞാൻ തന്നെ ചൂടാ നിൽക്ക്. ഓ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു ബന്ധം മുറിഞ്ഞത് എന്റെ വാക്കുകൊണ്ടാണോ ഒരു ബന്ധം മുറിഞ്ഞത്? ഞാനാണത് പോയി നേരെയാക്കേണ്ടത്. പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളെ വാക്കുകൊണ്ടാണോ സ്വന്തം സഹോദരി വീട്ടിൽ വരാത്തത്, അല്ലെങ്കിൽ മറ്റൊരു കുടുംബക്കാര് വീട്ടിൽ വരാത്തത്? അവരെ കണ്ട് പൊരുത്തപ്പെടിച്ച് അവരെ മനസ്സിൽ നിന്ന് കറമാറ്റിയിട്ട് അവർ ഇനിയും വീട്ടിൽ വരണം, ബന്ധങ്ങൾ തുടരണം. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹബന്ധം പുലർത്തുന്ന ആള്. കല്യാണത്തിന് കൊണ്ടുപോയി കവർ കൊടുത്തിട്ട് ചോറ് വേച്ച് വരുന്ന ആള് മാത്രമല്ല, പൊരക്കൂടൽ ഉണ്ടാകുമ്പോ എന്തെങ്കിലും ഓഹരികൾ, എന്തെങ്കിലും കട്ടിലോ ഫർണിച്ചറോ കൊണ്ടുപോയെടുത്ത് എന്റെ വകയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാനാകരുത്. വലാകിന്നൽ വാസിൽ അല്ലദീ ഇദാ ഖുതിഅത് റഹിമുഹു വസലഹാ, എപ്പോഴെങ്കിലും ബന്ധവിച്ഛേദനം വരുമ്പോ അത് ചേർത്തിയിട്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ളവൻ, അവനാണ് യഥാർത്ഥത്തിൽ ബന്ധം പുലർത്തുന്നവൻ. ആ രീതിയിലാണ് ബന്ധം പുലർത്തേണ്ടത്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത് അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ്. സഹാബിമാരൊക്കെ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ വിശാലത. ഒരായത്തിന്റെ ഭാഗം കൊണ്ട് കേൾക്കുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഇനി അവിടെ താമസിക്കാൻ നേരല്ല, ഇനി ചിന്തിക്കാൻ നേരല്ല, ഓടിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മിസ്തഖ് റളിയല്ലാഹു അൻഹു ഉമ്മാനെയും തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ച്, ഇനി നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല, ഇനി നിങ്ങൾക്കുള്ള ചെലവ് ഞാൻ ചുരുക്കാൻ പാടില്ല, നിങ്ങൾ ഈ വീട്ടിൽ തന്നെ കൂടണം, ഇവിടെ തന്നെ താമസിക്കണം. സഹോദരങ്ങളെ, എന്തൊരു സ്നേഹമാണത്, എന്തൊരു ബന്ധമാണത്. കുടുംബക്കാരോട് സ്നേഹബന്ധം പുലർത്തണം.